സാവരിയക്ക് നേരിട്ട ദുരന്തം അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഒരേയൊരു മകളെ ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് അയച്ച അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഈ സംഭവത്തെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ ഈ കുട്ടിയുടെ സഹപാഠിയായിരുന്ന ഒരു മലയാളി തന്നെ ആയിട്ടുള്ള സദറുൽ അനം ആണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. സാവരിയെ മതം മാറാനും പ്രേരിപ്പിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ പ്രശ്നത്തെ സർക്കാർ വളരെ ഗൗരവമായിട്ട് കാണണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് ഒരു വിദേശ രാജ്യത്ത് നടന്ന സംഭവമാണ്. ആ സംഭവത്തിൽ കുറ്റവാളിയായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവരെ എല്ലാവരെയും കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. എന്താണ് ഈ സംഭവത്തിൽ ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്താൻ വേണ്ട അന്വേഷണം നടക്കണം. കാരണം കേരളത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വാർത്ത വന്നതിന് ശേഷം പല രക്ഷിതാക്കളുടെയും മനസ്സിൽ വലിയ ആശങ്കയുണ്ട്. കാരണം കുട്ടികൾ പഠിക്കാൻ പോകുന്നു, അതിനുശേഷം എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആശങ്കകളുണ്ട്. അപ്പോൾ ആ ആശങ്കകൾ അത് ദൂരീകരിക്കണമെങ്കിൽ ഇത്തരത്തിൽ ഇനിയൊരു സംഭവം ആവർത്തിക്കാൻ പാടില്ല. അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നടന്ന സംഭവത്തിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് കർശനമായിട്ടുള്ള ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ഇനി ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാൻ ആരും മുതിരാതിരിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ അന്വേഷണം ഏൽപ്പിച്ചിട്ടുള്ള ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിന് ഏറെ പരിമിതികളുണ്ട്. കേരളത്തിന് പുറത്ത് അവർക്ക് യാതൊരു അധികാരവുമില്ല. അപ്പോൾ വിദേശ രാജ്യത്ത് നടന്ന ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്താനാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ പ്രാഥമിക അന്വേഷണം അടിയന്തരമായിട്ട് നടത്തി ഇതിൻ്റെ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ബന്ധപ്പെട്ട ഏജൻസികളെ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഈ കുറ്റകൃത്യം നടത്തിയ ആൾക്ക് കർശനമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ആ നടപടികൾക്ക് നേതൃത്വം നൽകണം, അതിന് മുൻകൈയെടുക്കണം എന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. സാവരിയക്ക് ഉണ്ടായിട്ടുള്ള ഈ ദുഃഖകരമായിട്ടുള്ള കാര്യം, ദാരുണമായിട്ടുള്ള ഈ തരത്തിലുള്ള അനുഭവം അത് മറ്റാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടികളും കർശനമായിട്ടുള്ള നിലപാടുകളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാവശ്യപ്പെടുന്നത്. ഈ സാവരിയുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ എത്തിയിട്ടുള്ളത്. ഇതിൽ മറ്റേതെങ്കിലും ഇപ്പം ഇതിൻ്റെ വിദ്യാർത്ഥികളെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസി സംബന്ധിച്ചൊക്കെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നു വരുന്നത്. അപ്പം അത്തരം ഏജൻസികളുടെ പ്രവർത്തനങ്ങളോട് ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അല്ല, അതൊരു വേറൊരു വിഷയമാണ്. കാരണം ഏജൻസികൾക്ക് ഇത്തരം സംഭവങ്ങളിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഇതുവരെ ആരും ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഏജൻസികളുടെ ക്രമക്കേടുകൾ വേറെ തരത്തിൽ നേരത്തെ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. സർക്കാർ അതിനുള്ള പരിഹാര മാർഗങ്ങൾ
ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. വിസ തട്ടിപ്പ് നടക്കുന്നുണ്ട്, റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പ് നടക്കുന്നുണ്ട്. ആ തട്ടിപ്പുകളെ ഈ സംഭവമായിട്ട് കൂട്ടിയോജിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സംഭവം ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. മറ്റ് സംഭവങ്ങൾ പലപ്പോഴും ഈ റിക്രൂട്ട്മെൻറ്റിലും അതുപോലെ വിസ തട്ടിപ്പിലും ഒക്കെ നടക്കുന്നത് അങ്ങനെ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ നേരിടേണ്ടി വരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. അതൊരു പ്രത്യേക വിഷയമാണ്. ആ പ്രത്യേക വിഷയം താങ്കൾ ഉന്നയിച്ച വിഷയം ഉള്ളതാണ്, പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ആ വിഷയം പ്രത്യേകമായിട്ട് അന്വേഷിക്കും.